കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വിവാദം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ആണെന്നില്ല പെണ്ണെന്നില്ല സകലരും ഒരുപോലെ വിയോജിപ്പ് കാണിച്ച് അവരുടെ പ്രതിഷേധം ഉയർത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു അത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഏതർത്ഥത്തിലും ആയിക്കൊള്ളട്ടെ, എന്നാൽ പ്രാക്ടിക്കലി അത് പ്രസവം എന്ന് പറയുന്ന അത്ര സുഖകരമല്ല എന്ന് തെളിയിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നത്. കോളേജിൽ പ്രസവ ചികിത്സയ്ക്കിടെ ഉണ്ടായ പിഴവ് മൂലം 29കാരി മരിച്ചെന്ന് പരാതി. ആലപ്പുഴ ഓമനപ്പുഴ പൊള്ളയിൽ അനീഷിന്റെ ഭാര്യ ഫേബയാണ് മരിച്ചത്. ഇത് മറ്റെങ്ങും ദൂരെ സംഭവിച്ച കാര്യമല്ല. 100% സാക്ഷരതയുള്ള പ്രബുദ്ധ കേരളത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. മെറ്റേണിറ്റി ഡെത്ത് ആയാലും നിയോനെറ്റൽ ഡെത്ത് ആയാലും ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം, അങ്ങനെ എല്ലാ രീതിയിലും മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിലാണ് ഈ ഒരു ദാരുണ സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഇനി പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് 27 വയസ്സ് മാത്രമാണ്. അവളുടെ കന്നി പ്രസവമല്ല, അത് 2ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ കുഞ്ഞിന് 7 വയസ്സുണ്ട്. അങ്ങനെ ഒരു പേടിയും അവളെക്കുറിച്ച് പറയാനില്ല. അവളുടെ ഏജ് 27 മാത്രമാണ്. ഒത്തിരി ഓൾഡ് ഏജ് ആയിപ്പോയി, അതിൻ്റെ പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി യങ് ഏജാണ്, ബാലികയാണെന്ന് പറയാനും പറ്റത്തില്ല. 27 വയസ്സ് നല്ല പക്ക ഉറപ്പുള്ള പ്രായം തന്നെയാണ്. ഇനി എന്തെങ്കിലും പ്രീ മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് പറയാനായിട്ട്, അവൾക്ക് അങ്ങനെ മെഡിക്കൽ റെക്കോർഡിൽ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ കോമോർബിഡിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് അതിനെക്കുറിച്ചും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. റിപ്പോർട്ടെല്ലാം നോർമൽ ആണെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഡെലിവറി ടൈം വരെയും നല്ല കറക്റ്റായിട്ട് ഫോളോ അപ്പ് നടത്തിയ ഒരു ഹെൽത്തി പ്രഗ്നന്റ് ലേഡിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സമൂഹം മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിനെയാണ്. മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ സഹിതം എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രീ ഓക്യുപ്പൈഡ് തോട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പറഞ്ഞ അനാസ്ഥയാണ്. രോഗികൾക്ക് വേണ്ട രീതിയിൽ ഒരു പരിചരണം കിട്ടത്തില്ല എന്നൊരു തോട്ട് നമുക്കുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുകയുണ്ടായി, അവളുടെ പിതാവിന് എന്തോ ഒരു മാരകമായ രോഗം വന്നപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തള്ളി വഴിയിൽ പോകുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് പല ഹോസ്പിറ്റലിലും അവർ കയറിയപ്പോഴും അവിടെ എങ്ങും എടുക്കത്തില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൻ്റെ വെന്റിലേറ്ററിലെത്തി. എന്തായാലും ശരി, അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചാലും പിന്നീട് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു. ക്യാൻസർ വന്നിട്ട് പോലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ അവർ മനസ്സ് കാട്ടാതെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അദ്ദേഹം ചെന്നത്. അവിടെ ചെന്ന് നല്ലൊരു ഡോക്ടറിനെ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം അദ്ദേഹം റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മകള് തന്നെ, ഈ മകളും അല്ലെങ്കിൽ മറ്റ് മക്കളും ചേർന്ന് പറഞ്ഞു, നമുക്ക് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം, നല്ലൊരു ഹോസ്പിറ്റൽ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഈ പിതാവും മാതാവും ഒരുപോലെ എതിർത്ത് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും വേണ്ടുമില്ല, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മതി എന്ന് പറഞ്ഞു അവരുടെ ചികിത്സ അവിടെ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ഈ മകൾ എന്തോ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പരിചരിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ആരോഗ്യ അടുത്ത് നിന്നുകൊണ്ട് ഈ മകൾ നേഴ്സാന്നുള്ളത് ഹോസ്പിറ്റലിൽ ആർക്കും അറിഞ്ഞുകൂടാ. അവളെ സൈലൻ്റ്ലി ഒബ്സർവ് ചെയ്തപ്പോൾ ആ നേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറയുകയായിരുന്നു, അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഒരു ഫോൾട്ട് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം ഞാൻ നോക്കിയപ്പോൾ നല്ല പക്ക കാര്യങ്ങളാണ് നടക്കുന്നത്. പല കാര്യങ്ങൾ അവൾ സിമിലർ ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലഭിക്കാത്ത പലതും നല്ലതായിട്ട് അവൾ കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അവൾക്കൊരു മതിപ്പോടെയാണ് അവൾ സംസാരിച്ചത്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കേൾക്കുമ്പോൾ അവർ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു പരിചരണം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പ്രൈവറ്റ് എന്ന് പറയുന്നത് അത് പക്ക ഒരു ബിസിനസ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 100% അച്ചീവ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ടയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പേഷ്യൻസിനെ നന്നായിട്ട് അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു പിഴവ് സംഭവിക്കുക എന്ന് പറയുന്നത് ഏത് ഹോസ്പിറ്റലിൽ കിടന്നാലും ശരി, എത്ര നമ്മുടെ വെൽവിഷർ ആണെന്ന് പറഞ്ഞാലും ശരി, എത്ര മെഡിക്കലി ഓക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല കോമ്പിറ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും ശരി, എവിടെയാണെന്ന് പറഞ്ഞാലും ശരി, കൈയുടെ പിഴ സംഭവിച്ചു തന്നെയാകും. ഇനി എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് സിസേറിയൻ ആയിരുന്നു. അങ്ങനെ സിസേറിയൻ്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ആദ്യമേ തന്നെ സ്പൈനൽ അനസ്തേഷ്യ ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ആദ്യം ചെയ്ത ഒരു ഫോളിസ് ക്യാത്തറ്റർ ഇട്ടു. എന്ന് പറഞ്ഞാൽ യൂറിൻ പോകാനുള്ള ക്യാത്തറ്റർ ഇട്ടിട്ട് ബ്ലാഡർ എംറ്റി ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്വല്പ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നു, നിങ്ങൾ ക്യാത്തറ്റർ ഇട്ടത് ശരിക്കല്ലേ, ചെക്ക് ദ ക്യാത്തറ്റർ എന്നവർ ഷൗട്ട് ചെയ്ത് പറയുന്നത് കേട്ടു. അപ്പോൾ തന്നെ ഓപ്പറേഷൻ നിർത്തി. അവർ ക്യാത്തറ്റർ ചെക്ക് ചെയ്തു. അത് പ്രോപ്പർ പ്ലേസിലാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഫർദർ അവർ ഓപ്പറേഷൻ ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് മാറ്റി. അതിൻ്റെ ഫസ്റ്റ് ടൈം ഡോക്ടർ വന്ന് എന്നെ നോക്കുന്ന ആദ്യം തന്നെ ചോദിക്കുന്നു ഹൗ ഇസ് യുവർ യൂറിൻ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂറിനിൽ എന്തെങ്കിലും ഹെമിച്ചൂറിയ ഉണ്ടോ, ബ്ലഡ് ഇൻ ദ യൂറിൻ ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് ആ റൂമിൽ നിന്ന് അവർ പോകുന്നത്. ഇതെല്ലാം എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ ചോദിക്കാനോ അതിനെക്കുറിച്ചൊരു പരാതിപ്പെടാനോ ഒന്നും തന്നെ ഞാൻ പോയില്ല. കൃപയാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് അത് ഒരു വിജയമാക്കി ദൈവം എന്നെ പുറത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വന്നത് അപകടം എവിടെ പതിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം ഹോസ്പിറ്റലാണ്, ഞാൻ സ്റ്റാഫാണെന്നുള്ള പ്രയോറിറ്റി എനിക്ക് അവർ തരുന്നുണ്ട്. നല്ല ഡോക്ടറെ എനിക്ക് തന്നിരിക്കുന്നത്, യാതൊരു പിഴവും എങ്ങും പറയാനില്ല. എന്നിട്ടും അപകടം എവിടെ പതിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതിന് മുൻപേ ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ മമ്മി എൻ്റെ വയറിൽ പിടിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ മൊത്തത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: കർത്താവേ, ഓപ്പറേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓർഗൻസിൽ ഒന്നും ഒരു കേട് സംഭവിക്കാതെ ദൈവം സൂക്ഷിക്കണം, യേശുവിൻ്റെ രക്തവളെ കവർ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചാണ് എന്നെ വിട്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. കാരണം അതിൻ്റെ അഡ്ജസൻ്റ് ഓർഗൻസ് എവിടെയല്ല, പ്രത്യേകിച്ചും യൂട്രസിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ഓർഗനാണ് ബ്ലാഡർ എന്ന് പറയുന്നത്. ആ ബ്ലാഡറിന് ഇഞ്ചുറി സംഭവിക്കാമെന്നുള്ളത് സാധാരണയായി അത് സംഭവിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അതൊന്നും സംഭവിക്കാതെ നമ്മുടെ പ്രാർത്ഥന അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഓപ്പറേഷൻ ആയാൽ രക്ഷപ്പെടാമെന്നുള്ളതോ അല്ലെങ്കിൽ ഡെലിവറിയേക്കാളും കൂടുതൽ സേഫാണ് ഓപ്പറേഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ഡെലിവറി ആയാലും ഓപ്പറേഷൻ ആയാലും സംഭവിക്കാവുന്ന തെറ്റുകൾ, പിഴവുകൾ എവിടെയും സംഭവിക്കാം. എന്നാൽ പ്രസവ സമയത്ത് എന്താണ് ആത്മീയ തലത്തിൽ സംഭവിക്കുന്നുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ച് പാസ്റ്റർ ജോസ് ടീപ്പൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ നീതിയുള്ള സിംഹാസനത്തെയും മനുഷ്യൻ കാണുകയാണ്. ആ ദുഷ്ടന്മാരുടെ യാതനയും നീതിമാന്മാരുടെ പർദീസയും നമ്മുടെ മനസ്സാക്ഷിയിൽ കാണാം. ആ മനസ്സാക്ഷിയുടെ ആക്ഷേപവും പിന്നെ മരണത്തിൻ്റെ മണിനാദവും കേൾക്കുമ്പോൾ ഏത് മെടുക്കനും വിറയ്ക്കും. ഭയമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളം കൊണ്ട് വിറച്ചു പോകും. ഇത് ഭയങ്കര ശക്തിയാണ് മരണം. ബൈബിൾ ഭാഷയിൽ ഇത് ഒരു പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് പൗലോസ്ലീഹ എടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് എഴുതിയിരിക്കുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണമെന്ന്. പക്ഷേ യാക്കോബ സുറിയാനി സഭയിലെ കാലം ചെയ്തു പോയ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്: സർവശക്തനായ ദൈവം തമ്പുരാനെ, നിൻ്റെ സൃഷ്ടിയോടുള്ള കരുണഹേതുവായി നീ അവന് മരണം കൊടുത്തെന്നാണ്. മരണമില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ ഈ മരണമുള്ളത് കൊണ്ടല്ലേ ശരീരം വിട്ടു പോകുന്നത്. അപ്പോൾ മരണം ദൈവനീതിയുടെ അടയാളമാണ്. അപ്പോൾ ഈ മരണം അവന് ഒടുക്കത്തെ ശത്രുവാണ്. ഞാൻ അടുത്ത കാലത്തെ ഒരു സന്യാസി ഭക്തനായ ഒരാൾ അവിടെ ചർച്ചിൽ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മരണത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ അദ്ദേഹം ഒരു 4 യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. 4 യുദ്ധം. അതിൽ ഒന്നാമത്തെ യുദ്ധം ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നതൊരു യുദ്ധമാണ്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഭയങ്കരമായൊരു യുദ്ധമാണ്. 2, അവൻ്റെ ജീവിതം യുദ്ധമാണ്. 3, അവനിൽ ദൈവം പകർന്നിരിക്കുന്ന നീതിക്ക് വിരോധമായി പോരാടുന്നത് പാപം ഒരു യുദ്ധമാണ്. ഏറ്റവും ഒടുവിൽ ഒടുക്കത്തെ ശത്രുവാണ് മരണം. ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒടുക്കത്തെ ശത്രുവാണ്, ലാസ്റ്റ്. നിത്യതയുടെ കവാടവാതുക്കൽ പടവാളുമായി നിൽക്കുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണം. അതെ, പ്രസവം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതൊരു യുദ്ധക്കളമാണ്? കാരണം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ജീവനും സമൃദ്ധിയായി ജീവനും നൽകുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ പിശാചോ മരണത്തിൻ്റെ അധികാരി നിന്നുകൊണ്ട് ആ ജീവനെ എടുത്തു കളയുക അല്ലെങ്കിൽ മരണത്തിനവരെ അടിമയാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ അജണ്ട എന്ന് പറയുന്നത്. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് പ്രസവ സമയത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് പ്രസവ സമയത്ത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. മരണപ്പെട്ടത് ഒരു പെന്തക്കോസ്തുകാരി പെൺകുട്ടിയാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എടുത്തു പറയട്ടെ, ആ പ്രസവ സമയത്തും മാത്രമല്ല, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായി എന്ന് മനസ്സിലാക്കുമ്പോൾ തുടങ്ങി ആ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം ആ ഗർഭാശയം അല്ലെങ്കിൽ ആ ഗർഭപാത്രം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഒരു ശവകുടീരമായി മാറാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പ്രസവ സമയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മരണത്തിലേക്കുള്ള യാത്രയാകാതിരിക്കാൻ പ്രാർത്ഥന ആദ്യം മുതൽ തന്നെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് പിശാചിന് ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ത്രീക്ക് നമ്മൾ ആദ്യം മുതൽ തന്നെ പ്രാർത്ഥന വരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? പ്രഗ്നൻസി എന്ന് പറയുന്നത് അതിനെ 3 ആയിട്ടാണ് ഞങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യാറുള്ളത്. ആദ്യത്തെ 3 ട്രൈമസ്റ്റർ, രണ്ടാമത്തെ ട്രൈമസ്റ്റർ, മൂന്നാമത്തെ ട്രൈമസ്റ്റർ. അങ്ങനെ ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് മിക്കവാറും അബോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ഒരു 3 മാസമാണ്. രണ്ടാമത്തെ 3 മാസം എന്ന് പറയുന്നത് അവിടെ കൂടുതലും
രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള മാസങ്ങളാണ്. അവസാനത്തെ 3 മാസം എപ്പം വേണമെങ്കിലും ഡെലിവറി സംഭവിക്കാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി ഒരു സ്ത്രീയെ പ്രാർത്ഥന സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്. പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ അവർക്ക് ദൈവം ആത്മാവിൻ്റെ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. ദൈവർക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ കൊടുക്കാറുണ്ട്. വചനം അവരുടെ വായിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്യഭാഷ അഭിഷേകം ഇതെല്ലാം ദൈവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെ ഈ കാലയളവിൽ നന്നായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണെന്നുള്ളത് നമ്മൾ എത്ര പേർ മറ്റുള്ളവരെ പഠിപ്പിക്കാറുണ്ട്. ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എൻജോയ് ചെയ്താണ് ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ ഇരിക്കാറുള്ളത്, അല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ വാതിൽക്കൽ ഇരിക്കാറുള്ളത്. എന്നാൽ അതിനെ ഒരു പ്രാർത്ഥനാ സമയമായി മാറ്റുന്നവർ എത്ര പേരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിയെ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ രാത്രി 1 മണി 2 മണി അങ്ങനത്തെ സമയമായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ വരാതിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി എൻ്റെ മമ്മി എന്നെ വിളിച്ചിരുത്തി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രസൻറ്റേഷൻ പറഞ്ഞ് ബ്രീച്ച് പ്രസൻറ്റേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ബട്ടക്കായിരുന്നു ആദ്യം വരുന്നത്. അതിപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആണെന്നുള്ളത് ഡോക്ടർ നേരത്തെ പറഞ്ഞു. അതോ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചിലപ്പം സിസേറിയൻ എടുക്കേണ്ടി വന്നേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഗൾഫിലായിരുന്ന കാരണം മമ്മിക്ക് അകത്ത് കയറാനുള്ള ഒരു ചാൻസ് കിട്ടി. മമ്മി അകത്ത് കയറിയും ചെന്ന് വയറ്റത്ത് കൈവച്ച് മമ്മി അന്യഭാഷയിൽ നിറഞ്ഞ് അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്. ക്ഷണത്തിൽ തന്നെ ആ കുഞ്ഞ് പുറത്തു വരികയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രാർത്ഥന കുറവായിരിക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള മരണത്തിലൊക്കെ സ്ത്രീകൾ ചെന്നപ്പെടുന്നു. പ്രത്യേകിച്ചും ഡെലിവറി ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഭീകരത മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആത്മനിറവുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, കൂട്ടുപിടിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയാതെ പോകുന്നതായിരിക്കാം ഇങ്ങനെയുള്ള അനർത്ഥത്തിൽ ചെന്ന് പെടുന്നത് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ ഒടുക്കത്തെ ശത്രുവായ മരണത്തോട് പോരാടി ജീവനെയും ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ അനുഭവമായി തീരട്ടെ. നിത്യതയുടെ കവാടവാതുക്കൽ പടവാളുമായി നിൽക്കുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണം. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം മരിക്കേണ്ടി വരും. ആ മരണത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കും? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു നാൾ താൻ തിരിഞ്ഞു നോക്കി, താൻ മരണത്തെ കണ്ടു. മരണം ഒരു മഹാസർപ്പത്തെ പോലെ വാ പിളർന്ന് തൻ്റെ പിന്നാലെ വരികയാണ്. അടുത്ത നിമിഷം തന്നെ വിഴുങ്ങും. താൻ തിരിഞ്ഞു ചോദിച്ചു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? അടുത്തത് മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്ത വാക്ക് ഏതാണെന്നറിയാമോ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം.